അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ എങ്ങനെ ഒരു ചുരിദാറിൻ്റെ കഴുത്ത് പെർഫെക്റ്റായിട്ട് അടിക്കാമെന്നുള്ളതാണ്. അധികം ബിഗിനേഴ്സിനും അറിയായിരിക്കും കഴുത്ത് എങ്ങനെ അടിക്കേണ്ടതെന്ന്, പക്ഷേ അതെങ്ങനെ പെർഫെക്റ്റ് ആക്കാമെന്നുള്ള ഒരു മെത്തേഡ് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എടുക്കേണ്ടത് കഴുത്തിൻ്റെ അകലമാണ്. ഞാൻ സാധാരണ എടുക്കുന്നത് 2.25 നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ അളവ് എടുക്കുക. പിന്നെ ഷോൾഡർ ഞാൻ എടുക്കുന്നത് 3.5. അപ്പം നിങ്ങൾ കയ്യിലുള്ള ചുരിദാറിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തോൾക്കുഴി എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും കൂടെ ഒരു ട്രിക്കും കൂടെ കാണിച്ചു തരാം. ഇത് തോൾക്കുഴി എനിക്ക് വേണ്ടുന്നത് തോൾക്കുഴിൻ്റെ ലെങ്ത്ത് 6.5. ആ 6.5 1 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ടാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. പിന്നെ ആ 6.5 നേരെ പകുതി 3.25 ഇല്ല അവിടെ മാർക്ക് ചെയ്ത്. പിന്നെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഒന്നെടുത്ത സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് 1 വരയ്ക്കുക. എന്നിട്ട് ഈ 3.25 ഈ ഒന്നെടുത്ത സ്ഥലത്തേക്ക് കണ്ടോ ആ മാർക്കിലേക്ക് വരഞ്ഞാൽ തോൾക്കുഴി കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഈ എൻഡിലെത്തുമ്പോൾ ഒന്ന് പുറത്തേക്ക് നമ്മൾ ആ സ്ക്വയർ വരച്ചതിന് കുറച്ചൊന്ന് താഴ്ത്തി വരച്ചു കൊടുക്കുക. അപ്പോൾ തോൾക്കുഴി പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഇങ്ങനെ നിങ്ങൾക്ക് ഷോൾഡർ അളക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് അളക്കുക. ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് വെച്ചിട്ട് നിങ്ങൾ അളക്കുക. കാരണം അത് കഴുത്തടിച്ച ഉള്ളിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ എനിക്ക് കണ്ടോ 3.5, ഞാൻ അതുകൊണ്ട് 3.5 ഷോൾഡർ എടുത്തതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇതാ തോൾക്കുഴി മുന്നിലേത്തതും ബാക്കിലേത്തതും രണ്ടും മാറ്റാണ്. ഇപ്പോൾ മുന്നേ കാണിച്ചത് ഞാൻ ബാക്കിലേത്തെയാണ്, ഇപ്പോൾ കാണിക്കുന്നത് മുന്നിലേത്തെയാണ്. മുന്നിലേത്തത് കുറച്ചും കൂടെ എന്താ പറയുക കുഴിച്ചു മുറിക്കണം. കാരണം ബാക്കിൽ നമുക്ക് ബോഡി പരപ്പുള്ളവരായിരിക്കും, എനിക്ക് പരപ്പുള്ളതാണ്, അതുകൊണ്ട് അതിനെ ചെയ്യാറ്. അപ്പോൾ കഴുത്ത് എങ്ങനെ പെർഫെക്റ്റ് ആക്കാമെന്നുള്ളതിൻ്റെ മെത്തേഡാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് ക്യാൻവാസാണ്. ചുരിദാറിന് കഴുത്തടിക്കുന്ന ക്യാൻവാസ് എന്ന് ചോദിച്ചാൽ ത്രെഡ് ഹൗസിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ കഴുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ ലെങ്ത്ത് ഞാൻ 8 ഇഞ്ചിലായിട്ടാണ് എടുക്കുന്നത്. ഞാൻ 6 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ആ തുണി കട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ച് എടുക്കാം. ഇച്ചിരി ഒന്ന് വരച്ച് വെക്കുന്നതേ ഉള്ളൂ. ഞാൻ സാധാരണ കഴുത്തിൻ്റെ താവ് എടുക്കാറ് 6 ഇഞ്ചാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കഴുത്തിൻ്റെ അകലാണ്. നേരത്തെ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തില്ല, അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പോകുന്നത്. 2.25 എൻ്റെ കഴുത്തിൻ്റെ അകലം, അതാണ് ഇപ്പോൾ മാർക്ക് ചെയ്തത്. അപ്പോൾ അത് മേലെയും താഴെയും കൂടെ മാർക്ക് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കഴുത്തിൻ്റെ ലെങ്ത്താണ്. ഞാൻ മനസ്സിലായി, ഞാൻ 6 എടുക്കില്ല, തുണി മുറിക്കാനുള്ള ഇതുകൊണ്ടാണ് നേരത്തെ 8 എടുത്തത്. അപ്പോൾ 6 ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ ഈ സൈഡിൽ 6 ഇഞ്ച് മാർക്ക് ചെയ്തത് ലെങ്ത്ത്. ഇനി നമ്മൾ ഈ 2.25 എടുത്തിട്ടില്ലേ കഴുത്തിൻ്റെ അകലം, ആ അറ്റത്തുനിന്നും കൂടെ താഴത്തേക്ക് 6 മാർക്ക് ചെയ്യുക, 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടോ 6 ഇഞ്ചിലേക്ക് വരറ്റും. ഇനി നമ്മൾ എന്താ പറയണ്ടേ, അതൊരു സ്ക്വയർ ഷേപ്പിലാക്കും. നമുക്ക് കഴുത്ത് ഞാനൊരു യു ടൈപ്പാണ്, വട്ട അല്ല, ഒരു യു ടൈപ്പാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ടോ ആ 6 ഇഞ്ചിന് ഇങ്ങോട്ടേക്ക് വരച്ച് അതൊരു സ്ക്വയർ ടൈപ്പ് ആക്കി. ഇനി നമ്മൾ ആ യു ഷേപ്പ് കൊണ്ടുവരണ്ടേ. അപ്പോൾ ആ കോണിൽ നിന്ന് 1 ഇഞ്ച് മേലോട്ടേക്ക്, അതായത് ആ കോണിൽ നിന്ന് മേലോട്ടേക്ക് വരച്ചിട്ട് മാർക്ക് ചെയ്തതാണ് ആ 1 ഇഞ്ച്. ആ 1 ഇഞ്ചിലേക്ക് ഇതാ നമ്മളിങ്ങനെ വളക്കുക. ആ 1 ഇഞ്ചിലേക്ക് തട്ടിച്ചിട്ടാണ് വളക്കേണ്ടത്. അതായത് യു ഷേപ്പ് വരണ്ടെങ്കിൽ നമ്മൾ അറ്റത്തുനിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെയാണ് വരക്കുക. അപ്പോൾ നേരത്തെ തോൾക്കുഴി മുറിച്ച പോലെ തന്നെ ഈ 6ൻ്റെ പകുതി 3ലേക്ക് മാർക്ക് ചെയ്യുക. അവിടുന്ന് വളവ്, അതായത് വളച്ചെടുക്കേണ്ടത് ആ 3ൽ നിന്നാണ് വളച്ചെടുക്കേണ്ടത്. കണ്ടോ 3 മാർക്ക് ചെയ്ത് മേലെ നിന്ന് അത്ര വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അവിടെ നിന്ന് വളച്ചെടുക്കണം നമ്മൾ, ആ യു ഷേപ്പ് കിട്ടാൻ. അപ്പം നമ്മൾ വരക്കുമ്പോൾ തന്നെ യു ഷേപ്പ് കണ്ടോ ഉണ്ട്. വട്ടം വേണമെങ്കിൽ ഈ 3ന്നും കുറച്ചും കൂടെ പുറത്തേക്ക് പോകണം കേട്ടോ. ഞാനിപ്പോൾ യു ഷേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരച്ചാലുണ്ടാവുക. നമ്മൾ അതിലേക്കൂടെ കട്ട് ചെയ്തും കൂടി എടുക്കണം. അപ്പോൾ ഒന്ന് വരച്ച് നമ്മളൊന്ന് ലെവലാക്കുന്നുണ്ട്. ക്യാൻവാസിലായതുകൊണ്ട് പെന്നോണ്ടോ പെൻസിലോണ്ടോ വരക്കുന്നതാണ് ബെറ്റർ. പെന്നാണ് ഏറ്റവും ബെറ്റർ. ഇത് അധികം തടിപ്പുള്ള ക്യാൻവാസ് അല്ല കേട്ടോ. ചുരിദാറിൻ്റെ കഴുത്തടിക്കുക എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ ക്യാൻവാസ് നിങ്ങൾക്ക് ത്രെഡ് ഹൗസിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊരു മീറ്റർ ആയിട്ടാണ് വാങ്ങിക്കുക, മീറ്റർ അളന്നിട്ട് വാങ്ങിക്കുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മീറ്ററായിട്ടോ 1/2 മീറ്ററായിട്ടോ 1 മീറ്ററായിട്ടോ വാങ്ങിക്കുക. കാരണം 1 മീറ്റർ മേടിച്ചാലും നഷ്ടമൊന്നും വരാനില്ല, അത്ര ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ കണ്ടോ ഈ കഴുത്തിൻ്റെ ഈ എന്താണ് യു വരച്ചതിൻ്റെ അവിടുന്ന് എല്ലാ സൈഡിൽ നിന്ന് 1 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് കൂടിയാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ തെറ്റാണ്ടെടുക്കാനാണ് ഇങ്ങനെ 1 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുന്നത്. കണ്ടോ താഴെയും സൈഡിലും എല്ലാ ഭാഗത്തും ആ 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. കണ്ടോ അപ്പോൾ ഈ മാർക്ക് ചെയ്തതിലേക്കൂടെ നമ്മളൊന്ന് ആ ഡോട്ട് ഇട്ട് വെച്ചതിലേക്കൂടെ നമ്മളൊന്ന് വരഞ്ഞ് ഫില്ല് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ കണ്ടോ ഇങ്ങനെ വരക്കുക. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം.
ഇതൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും. അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും ഇത് അറിയണമെന്നില്ലല്ലോ. അപ്പം നമ്മളിതാ കഴുത്തിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, തുണിയിൽ വെക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ആ മുകളിലത്തെ എൻഡ് പോർഷനിലെത്തുമ്പോൾ ഒന്ന് നിർത്തണം. ആ വരേനടുക്ക് എത്തുമ്പോൾ നിർത്തണം. ഫുള്ളായിട്ട് മുറിച്ച് പോകരുത്, ഇപ്പോഴേ പറയാം. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തി വെക്കുക. പിന്നെ ഇതാ പുറത്തേ ഭാഗത്തുള്ള നമ്മൾ 1 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തില്ല, അതിലേക്ക് കൂടെയും കട്ട് ചെയ്യാം. അവിടെയും കട്ട് ചെയ്ത് മുകളിലത്തെ ആ വരേൻ്റെ ഇടയ്ക്ക് എത്തുമ്പോൾ ഒന്ന് നിർത്തണം. അവിടെ എന്താ പറയേണ്ട ഒരു സൂത്രപ്പണി ഉണ്ട്. നമുക്ക് തെറ്റാണ്ട് കഴുത്തിൻ്റെ അകലം വെച്ച് കിട്ടാനാണ്. കണ്ടോ, ഇവിടുന്ന് മേലോട്ടേക്ക് കട്ട് ചെയ്യാം. കണ്ടോ, ഈ സൈഡ് മൊത്തം കട്ട് ചെയ്ത് ഉള്ളിലത്തെ സൈഡ് അപ്പം കണ്ട അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് താഴോട്ടൊക്കെ ആക്കിയിട്ട് ഒരു വര പോലെ വെച്ചിട്ട് കട്ട് ചെയ്യുക. കാരണം എന്നാൽ പിന്നെ നമുക്ക് കഴുത്ത് വെക്കാൻ സിമ്പിളായിരിക്കും. ഇങ്ങനെ കിട്ടും. നേരം നമ്മൾ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നില്ല. ഇതെല്ലാവരും ചെയ്യുന്നതെന്ന് അറിയില്ല, ഇത് അമ്മേൻ്റെ ഭാഗ്യം ഒരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ. അത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയിന്. കാരണം കഴുത്ത് നമ്മൾ വെക്കുമ്പോൾ ചിലപ്പോൾ ആ വീതി മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒന്നും തെറ്റില്ല. ഇനി നമ്മൾ വേറൊരു തുണിയിലേക്ക് ഇത് ഇസ്തിരി ഇട്ടെടുക്കുക വേണ്ടത്, അയൺ ചെയ്തെടുക്കുക. അതായത് വേറൊരു തുണിയില്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ പീസായാലും മതി. കണ്ടോ, കാരണം ഇതിൽ ക്യാൻവാസിലൊരു പറ്റുള്ള സ്ഥലം ഉണ്ടാവും. ആ പറ്റുള്ള ഭാഗം തുണിയുമേൽ വെച്ചിട്ട് മുകളിലത്തെ ഭാഗത്ത് ഇസ്തിരി ഇടുക. അപ്പോൾ അത് ആ തുണിയുമായിട്ട് പറ്റിപ്പിടിക്കും. ചൂട് തട്ടുമ്പോൾ പറ്റിപ്പിടിക്കും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒന്ന് ഇസ്തിരി ഇട്ട് എടുക്കുക. അപ്പോൾ തെറ്റാണ്ട് കിട്ടും. ചൂട് ശരിക്കും എത്തിക്കഴിഞ്ഞാൽ അത് അനങ്ങാണ്ട് അവിടെ നിൽക്കും. പിന്നെ നമ്മൾ പറിച്ച് കളഞ്ഞാലേ അത് പോവും. അപ്പോൾ നന്നായിട്ട് ഇസ്തിരി ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് ഇസ്തിരി ഇട്ടണേ. അല്ലേ പിന്നെ തെറ്റിയതുപോലെ കഴുത്തു അതുപോലെ തെറ്റിപ്പോവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇസ്തിരി ഇട്ട് വെക്കുക. ഇസ്തിരി ഇടുമ്പോൾ കത്തിപ്പോകാണ്ട് നോക്കണം കേട്ടോ. നന്നായി ഇസ്തിരി ഇട്ട് അത് താനെ അവിടെ ഒട്ടിപ്പിടിച്ചോളും. ഇസ്തിരീൻ്റെ ചൂട് പോലെ, അതായത് അയണിൻ്റെ ചൂട് പോലെ ഇരിക്കും. അത് ശ്രദ്ധിക്കണം. അതിൻ്റെ പശയുള്ള ഭാഗം തുണിയുമേൽ ഒട്ടുന്ന രീതിയിൽ വെക്കണം, മറ്റേ ഭാഗം മുകളിൽ. അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അറ്റത്തോട്ട് കട്ട് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് കുറച്ച് തുണി ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം അത് നമുക്ക് മടക്കി വെച്ചാൽ അതിൻ്റെ അറ്റം അല്ലെങ്കിൽ ഇങ്ങനെ പിന്നിപ്പോയി അതൊരു വൃത്തികേടാവും. അതുകൊണ്ട് ഇത് മടക്കി നമുക്ക് അടിക്കാനുള്ളതാണ് അറ്റം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അറ്റം ഒന്ന് നമ്മൾ മടക്കി അടിക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ തുണീൻ്റെ എല്ലാം എന്താ പറയുക, തെറ്റം ഇങ്ങനെ പിന്നി പോയി പിന്നെ ആ സ്റ്റിച്ചിൻ്റെ അടുക്കി എത്തും. അങ്ങനെ ഒരു പ്രശ്നങ്ങളെല്ലാം വരും. ഇതാകുമ്പോൾ നമ്മൾ സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ കഴുത്തിൻ്റെ ഒരു സൈഡിൽ നിൽക്കും. അപ്പോൾ അതാ ഇങ്ങനെ അറ്റം മടക്കി ഒന്ന് അടിക്കുക. ഇതൊക്കെ സിമ്പിളാണ്, ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കേണ്ട ആവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. പുറത്ത് കൊടുത്ത് എന്താ പറയണ്ടേ, നമ്മൾ പൈസ കളയുന്നതിനെക്കാട്ടി നല്ല നമ്മൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതല്ലേ. ഈ കാലത്ത് തയ്യൽ പഠിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പുറത്തൊക്കെ വലിയ പൈസയാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് അടിച്ച് വരാമെന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെ കഴിയില്ല. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് ലൈനിങ് അടിക്കണം. ലൈനിങ്ങിൻ്റെ നല്ല വശവും തുണീൻ്റെ മോശം വശവും വെച്ചിട്ട് അടിക്കണം. കാരണം സാധാരണ നമ്മൾ മുന്നേ ഉള്ള ഞാൻ ഇട്ട വീഡിയോയിൽ ലൈനിങ്ങിൻ്റെ നല്ല വശവും തുണീൻ്റെ നല്ല വശവും വെക്കുമായിരുന്നു. എന്നിട്ട് ലൈനിങ് മറിച്ചിടുക. ഇത് മറിച്ചിടൽ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ നല്ല വശത്തിന് മേളിൽ തുണീൻ്റെ മോശം വശം വെക്കുക. അപ്പോൾ അതാ ഇങ്ങനെ ഉണ്ടാവുക. കണ്ടോ, നമ്മൾ നല്ല വശം മുന്നിൽ വന്നു, ലൈനിങ്ങിൻ്റെ നല്ല വശം അതിൻ്റെ അടിയിലും വന്നു. കണ്ടോ. അപ്പോൾ ഈ നമ്മളെ ചുരിദാറിൻ്റെ മെയിൻ തുണീൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ വെച്ച് അടിക്കേണ്ടത്. എന്നിട്ട് ഈ കഴുത്താണ് നമ്മൾ മറിച്ചിട്ട് അപ്പുറം ഇടുന്നത്. അപ്പോൾ കണ്ടോ, ഈ നമ്മളെ ചുരിദാറിൻ്റെ മെയിൻ തുണീൻ്റെ മുകളിൽ ഇത് വെച്ചൊന്ന് അടിക്കണം. അതിലിടയ്ക്ക് ഇങ്ങനെ ഇതായി പോകുന്ന ഷിഫോണിൻ്റെ തുണിയിലാണെങ്കിൽ സൈഡ് ഒന്ന് അടിച്ച് വെക്കുന്നത്, ഒരു പിൻ ചെയ്തിട്ട് അടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഈ നടുക്കേ കൂടി ഇങ്ങനെ ഒരു അടി കൊടുക്കുന്നത് നല്ലതാണ്. എന്നാൽ പിന്നെ നമുക്ക് കഴുത്തും അടിക്കുമ്പോൾ തെറ്റില്ല. അല്ലെങ്കിൽ ഈ ഷിഫോണിൻ്റെ തുണിയും ലൈനിങ്ങിൻ്റെ തുണിയും അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചിട്ട് നമ്മൾ അടിക്കുമ്പോൾ ഒരു ഷേപ്പ് ഇല്ലാണ്ടായിപ്പോൾ, അതായത് ലൈനിങ് കുടുങ്ങിയ പോലെ തന്നെ ആവും. അപ്പോൾ ഈ സെൻറ്ററിലൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എങ്ങും തെറ്റാണ്ട് നമുക്ക് കഴുത്തടിക്കുമ്പോൾ കൈ വെക്കുമ്പോൾ ഒക്കെ നല്ല നമുക്ക് സുഖമായിട്ട് അടിക്കാം. അതിനൊരു ട്രിക്കും കൂടിയാണ് ഇത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ ചുരിദാർ മൊത്തം അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് തുന്നി അയച്ച് വിട്ടാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിൻ്റെ തുണീനെ സെൻറ്ററിൽ വെച്ചിട്ട് അടിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ. സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് ചുരിദാറിൻ്റെ മെയിൻ തുണീനെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് ആ സെൻറ്ററും ഒരുമിച്ച് വെക്കുക.
അപ്പോൾ നമുക്ക് തെറ്റാണ്ട് അടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, 4 സൈഡിലും ഒന്ന് പിന്ന് കൊണ്ട് അവിടെ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാറ്റമൊന്നും വരുത്തില്ല. അതാ കണ്ട, ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ക്യാൻവാസിന് തട്ടാണ്ട് ക്യാൻവാസിൻ്റെ പുറത്തൂട്ട വേണം നമ്മളൊന്ന് കഴുത്തടിക്കാൻ. കണ്ടോ, ക്യാൻവാസിന്മേലാവരുത്, ക്യാൻവാസിൻ്റെ തൊട്ട് പുറത്ത്, അതായത് ഒരുപാട് അകലവും ആവരുത്. ക്യാൻവാസിൻ്റെ തൊട്ട് പുറത്ത് മെല്ലനെ നിർത്തിയിട്ട് അടിച്ചാൽ മതി. ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മെല്ലനെ നിർത്തിയിട്ട് അടിച്ചാൽ മതി കേട്ടോ. ഇതാ ഇങ്ങനെ മെല്ലനെ അടിക്കുമെന്ന്, കുറച്ച് മെല്ലനെ അടിച്ചാൽ മതി. എന്നാൽ പിന്നെ തെറ്റൊന്നും വരില്ല. അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കഴിച്ചിട്ട് രണ്ടാമതൊന്ന് അടിച്ചാൽ മതി. ഇങ്ങനെ അടിച്ചാൽ ഒന്ന് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കണ്ടോ, ക്യാൻവാസിൽ തട്ടാണ്ട് പുറത്തുവിട്ട് ഇങ്ങനെ അടിക്കുക. കണ്ടോ പുറത്തായിട്ടേ ഉള്ളൂ, അകത്തായിട്ടില്ല, ക്യാൻവാസിൻ്റെ ഉള്ളിലായിട്ടില്ല. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കളയാം, അതായത് ഉള്ളൊന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ തുണീൻ്റെ അറ്റത്തോട്ടേ ഒന്നും കട്ട് ചെയ്യരുത്, ഒരു ലേശം മുകിട്ടിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അവിടെ സ്റ്റിച്ചിന് തട്ടാണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെറിയ. അതെന്തിനാന്ന് വെച്ചാൽ കഴുത്ത് ഇങ്ങനെ വട്ടം മറിച്ചിടുമ്പോൾ വൃത്തികേടാകുന്നതായിട്ടാണ്. ഇതാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ വട്ടാണോ യു ആണോ വി ആണോ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ അത് ആ ക്യാൻവാസുള്ള തുണി ഉള്ളിലേക്ക് മടക്കി വെക്കുക. അപ്പോൾ അതിന് മുന്നേ എന്ത് ചെയ്യുക, നമ്മൾ ക്യാൻവാസിൻ്റെ പുറത്തുവിട്ടെ ഒന്ന് അടിക്കുക. കണ്ട, ക്യാൻവാസിൻ്റെ പുറത്തുവിട്ടേ അടിക്കുന്നത്, തുണിയുടെ പുറത്തുവിട്ടല്ല, ക്യാൻവാസിൻ്റെ ആ സംഭവമില്ല അതിൻ്റെ മേലെ കൂടി ഒരടി അടിക്കുക. എന്നാൽ പിന്നെ നമുക്ക് മറിച്ചിട്ടിട്ട് അടിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. എന്നിട്ട് നമ്മൾ ഒറിജിനൽ ചുരിദാറിൻ്റെ തുണീൻ്റെ അറ്റത്തോട്ട് അടിക്കുക. നമ്മളിപ്പോൾ ചുരിദാറിൻ്റെ കഴുത്തടിക്കുമ്പോൾ അറിയാലോ, ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ പുറമേ കഴുത്ത് അടിക്കേണ്ടത്. കണ്ടോ, ഇതൊന്ന് കഴുത്ത് അടിക്കുക. കണ്ട, അറ്റത്തോട്ട് ഒന്ന് മെല്ലനെ പതിച്ചടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. ഈ ക്യാൻവാസ് മുറിച്ചടിച്ചാൽ ഒരു ഇതെന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് കഴുത്ത് ഏത് നിങ്ങൾ ഷേപ്പാണോ എടുത്തത് അത് പെർഫെക്റ്റായിട്ട് നിൽക്കും. പിന്നെ നമുക്ക് അവിടെ ഒരു എന്താ പറയുക, ഈ നമ്മൾ പുറത്ത് ആണുങ്ങൾക്കെല്ലാം അടിക്കാൻ കൊടുക്കില്ലേ, ജെൻസ് അടിക്കുന്നില്ലേ ബ്യൂട്ടിക്കായാലും, അല്ല അവരടിക്കുന്ന ഒരു പെർഫെക്ഷൻ കിട്ടും നമുക്ക്. കണ്ട, ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇപ്പം ബാക്ക് കഴുത്ത് നമ്മൾ സാധാരണ നോർമൽ മോഡിൽ ഇങ്ങനെ ഇതൊന്നും ക്യാൻവാസ് ഒന്നും വെക്കാണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ക്യാൻവാസ് എത്രയാണോ കട്ട് ചെയ്ത്, എത്രയാണോ കഴുത്ത അളവ് കട്ട് ചെയ്ത്, അതിൽ നിന്ന് കുറയോ ഒന്നും ചെയ്യില്ല ഇങ്ങനെ അടിച്ചാൽ. നമ്മളിപ്പോൾ സാധാരണ ഇതിൽ മറിച്ചിട്ട് അടിക്കുന്നതാണെങ്കിൽ കഴുത്തടിക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് ആദ്യം എന്താ പറയണ്ടേ കഴുത്തിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് അതൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് കഴുത്താണ്. ബാക്ക് കഴുത്ത് നമ്മൾ സാധാരണ പോലെ അടിക്കുന്നത്, അതായത് ലൈനിങ്ങിൻ്റെ നല്ല തുണിയും ക്യാൻവാസിൻ്റെ നല്ല തുണി ചുരിദാറിൻ്റെ നല്ല തുണിയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം ലൈനിങ്ങിൽ കഴുത്ത് കട്ട് ചെയ്ത്, ലൈനിങ്ങിൽ നിങ്ങൾക്ക് എത്രയാണോ കഴുത്തിൻ്റെ അളവ് വേണ്ട അത് കട്ട് ചെയ്ത്, കഴുത്തിൻ്റെ അകലം രണ്ടും ഒരുപോലെ ആയിരിക്കണം. മുന്നിലെത്തിയും ബാക്കിലെത്തിയും അകലം ഒരുപോലെ ആയിരിക്കണം, ഷോൾഡർ ഒരുപോലെ ആയിരിക്കണം. കഴുത്തിന് താവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ബാക്കിലെത്തിയും മുന്നിലെത്തിയും മാറ്റാം. അപ്പോൾ അതാ ഇങ്ങനെ കഴുത്ത് ബാക്ക് കൂട്ടി വെച്ച് അടിച്ച് എന്നിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അത് മറിച്ചിട്ടടിക്കും. അത് സ്വാഭാവികമായിട്ട് അറിയാലോ. പിന്നെ ഇത് ഷോൾഡർ കൂട്ടുന്നതാണ്, അതായത് ഷോൾഡർ മടക്കി വെക്കുക. നല്ല വശവും ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ്ങും കണ്ട ഇങ്ങനെയാണ് ഉണ്ടാവുക. തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ അടിയിലത്തെ ബാക്കിലത്തെ കഴുത്തിൻ്റെ ഇതാണ്. ബാക്കിലത്തെ കഴുത്തിൻ്റെ ഇതൊന്ന് നിവർത്തി വെക്കുക. കണ്ട, നിവർത്തി വെച്ചതിന് ശേഷം ഇനി എന്താ പറയണ്ട മുന്നിലത്തെ കഴുത്തിൻ്റെത് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുക. ബാക്കിലത്തത് കഴുത്തിൻ്റെ ഇത് നിവർത്തി വെക്കുക. എന്നിട്ട് മുന്നിലത്തെ കഴുത്തിൻ്റെത് ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് ആ ബാക്കിലത്തെ ലൈനിങ് വെച്ച് അതൊന്ന് കവർ ചെയ്തിട്ട് അടിക്കുക. ഇത് ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞ് എന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കഴുത്തടിച്ചതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമെങ്കിൽ ഷോൾഡറും കൂടി അടിച്ചാലല്ലേ കാണാൻ പറ്റൂ. അതുകൊണ്ട് മാത്രം ഒന്ന് കാണിച്ചതാണ്. ചുരിദാറിൻ്റെ ഫുൾ ചുരിദാർ ഇങ്ങനെ അടിക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് പോയിട്ട് നിങ്ങളൊന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, നമ്മൾ ഷോൾഡറിൻ്റെ അളവ് ഏതെങ്കിലും സൈഡിൽ കൂടുതലുണ്ടോ ഏതെങ്കിലും സൈഡിൽ കുറവുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കണക്കാക്കി കട്ട് ചെയ്യാനും കൂടെ ഈ സമയം നമ്മൾ എടുക്കണം കേട്ടോ.
ഇങ്ങനെ കഴുത്ത് കണ്ട, നമ്മളിപ്പോൾ ബാക്കിലകത്ത് തുണി കട്ട് ചെയ്തത് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, അതാ കണ്ട, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പം ഇതൊന്ന് കഴുത്ത് നമ്മളൊന്ന് പതിച്ചടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡർ അടിച്ചു കഴിഞ്ഞാൽ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിക്കൂലേ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് അത് പുറത്തേക്ക് എടുക്കാണ്ട് അത് കഴുത്തിൻ്റെ ബാക്കിലോട്ട് അടിക്കുക. ബാക്കിലത്തെ കഴുത്ത് ഒന്നും കൂടെ പതിച്ചടിക്കുക. ബാക്കിലത്തെ കഴുത്ത് നമ്മൾ മറിച്ചിട്ടിട്ടേ ഉള്ളായിരുന്നു, പതിച്ചടിച്ചില്ലായിരുന്നു. ഷോൾഡർ കൂട്ടിക്കഴിഞ്ഞാലാണ് ഇങ്ങനെ പതിച്ചടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷോൾഡർ പിന്നെ അവിടെ ഒരു കുടുക്ക് പോലെ വരും. അപ്പോൾ ഷോൾഡർ അടിച്ച് ബാക്കിലത്തെ കഴുത്തിലൂട്ട് പതിച്ചടിക്കുന്നു. ബാക്കിലത്തെ കഴുത്ത് കുറച്ചും കൂടെ അത് നേരത്തെ അറ്റത്തോടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഇപ്പുറം മാറ്റിയിട്ടാണ് ബാക്കിലത്തെ കഴുത്തിന് പതിച്ചടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ആർക്കും അടിക്കാൻ പറ്റും, സിമ്പിളാണ്. സിമ്പിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. കണ്ടോ, ഇനി ഇപ്പുറത്തെ ഷോൾഡറും കൂടെ പതിച്ചടിക്കണം. അവിടെ എത്തി നമ്മളൊന്ന് കഴുത്തടിച്ച് കഴിഞ്ഞു, ബാക്കിലത്തെ എൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഷോൾഡറിലേക്ക് പതിച്ചടിച്ചിട്ട് പുറത്തെടുക്കുക. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് കഴുത്തുള്ളത്. ഞാൻ മറ്റേ യു ഷേപ്പാണ് കഴുത്ത്, വട്ടമല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ബായ്.